പണ്ടൊക്കെ നമ്മൾ ഈ ചില ജീവികളെ കൊല്ലാൻ വേണ്ടി അല്ലെ മനുഷ്യർക്ക് തന്നെ വിഷം കൊടുത്ത് കൊല്ലുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനത്തിനുള്ളിൽ വിഷം കയറ്റി വെച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷവസ്തുക്കൾ കയറ്റി വെച്ച് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ രുചികരമായി ആളുകൾ അതങ്ങ് കഴിക്കും, അല്ലെങ്കിൽ ആ വസ്തു മൃഗങ്ങളങ്ങ് കഴിക്കും, അത് ചത്തും പോവും. ഇന്ത്യൻ ജനാധിപത്യത്തെ സവിശേഷമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് 2-3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ തന്ത്രപരമായ ഒരു വനിതാ സംവരണ ബില്ലുമായി ഇന്ന് പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ ഭരണഘടനാ ശില്പികൾക്കും ഈ രാജ്യത്തൊരു പ്രതിപക്ഷത്തെ സൃഷ്ടിച്ച ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ, ഹൃദയാഭിവാദ്യങ്ങൾ. കാരണം 3-2 ഭൂരിപക്ഷമില്ലാതെ ആ ബില്ല് സഭ കടക്കില്ല. അതാകട്ടെ BJPക്ക് സാധ്യതയുമില്ല. വനിതാ സംവരണം എന്ന പേരിൽ ഈ ലോക്സഭയുടെ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി കൂട്ടി ഹിന്ദി ലാൻഡിൽ, ഹിന്ദിയുടെ ഹാർട്ട് ലാൻഡിൽ, അതായത് അങ്ങ് UPയിലും അതുപോലെ രാജസ്ഥാനിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ ഗണ്യമായി വർദ്ധിപ്പിച്ച് ഏതാണ്ട് വർദ്ധിപ്പിക്കുന്ന 300 ചില്ലുവാനം സീറ്റുകളിൽ 260-70 എണ്ണം അവിടെ നിന്നാക്കിയിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മെലിഞ്ഞില്ലാതായി രാജ്യത്തിൻ്റെ വിജയപരാജയങ്ങളിൽ യാതൊരു സാധ്യതയുമില്ലാത്ത വിധം തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരമില്ലാത്തതുകൊണ്ട് അതിനെ അപ്രസക്തമാക്കും വിധമാണ് ഈ ബില്ലിൻ്റെ രൂപകൽപ്പനയെന്നും അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മണ്ഡല പുനർനിർണയ കമ്മീഷനെ കൂടി വനിതാ സംവരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രപരമായ ഒരു സംഗതിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും ഇതിൽ രാഷ്ട്രീയമായി BJP ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം എതിർത്തോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വനിതാ സംവരണത്തെ എതിർത്തോട്ട് ചെയ്തു എന്ന് പറയാം. ഇനി അനുകൂലിച്ചാലോ സ്വന്തം നിലയിൽ മണ്ഡലങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വിഭജിക്കാനുള്ള അവകാശവും കയ്യിൽ കിട്ടും. കേരളത്തിലൊക്കെ പലരും ഇപ്പോൾ കേൾക്കുമ്പോൾ തമാശയാണെന്ന് തോന്നുന്നെങ്കിലും ചില വലിയ മനുഷ്യർ എന്നോട് പറഞ്ഞിരുന്നു, എന്ന് വെച്ചാൽ കേരളത്തെ വേണമെങ്കിൽ ഈ മലബാർ മേഖലയൊക്കെ വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായി അങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയും വിധമൊക്കെ തീരുമാനമെടുക്കാൻ അത്തരം അമിതാധികാരം വേണമെങ്കിലും പ്രയോഗിച്ച് കളഞ്ഞുകൂടാ എന്നത് തള്ളിക്കളയാനാവില്ല എന്നാണ് അവർ പറഞ്ഞത്. സാധാരണ നിയമപരമായും ഭരണഘടനാപരമായും അത് സാധ്യമാകുന്നതിനൊരു പ്രോസസ്സുണ്ട്. അതായത് ആ സംസ്ഥാന നിയമസഭയുടെ പ്രമേയം അതിനാവശ്യമായിട്ടൊക്കെ വേണം. പക്ഷേ കാശ്മീരിലൊക്കെ ചെയ്തത് ആ നിയമസഭയെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞ് നിർത്തിക്കൊണ്ട് ആ സംസ്ഥാനത്തെ വിഭജിച്ച് പലതാക്കി. സുപ്രീം കോടതിയിൽ വന്നപ്പോഴോ സുപ്രീം കോടതി വളരെ ഭരണഘടനാ വിരുദ്ധമായ സംഗതി എന്ന് ആഞ്ഞാഞ്ഞ് ഇടയ്ക്കിടെ ആക്രോശിച്ച ശേഷം ഏറ്റവും ഒടുവിൽ ചെയ്തതൊക്കെ ചെയ്തു, അത് നല്ലതിനാകട്ടെ എന്ന് പറയുന്ന ഒരു ഉത്യോപ്യൻ ന്യായം പറഞ്ഞ് അതിനെ സാധൂകരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത്തരം അമിതാധികാരം നൽകുന്ന ഒരു സംഗതിയെ അനുകൂലിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യം എടുത്തത്. 3-2 ഭൂരിപക്ഷമില്ലാതെ അത് കടക്കാനുമാവില്ല. അതുകൊണ്ട് തന്നെ അത് പാസ്സാവില്ല. അപ്പോൾ പാസ്സാകാതിരിക്കുകയാണെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ ഇന്ത്യ സഖ്യം എതിർത്തു, അവർ സ്ത്രീകൾക്കെതിര് എന്ന് ഈ ഇലക്ഷനിൽ പ്രചരിപ്പിക്കാം. പാസ്സായി കിട്ടിയാലോ ചുളുവിന് മണ്ഡലം പുനർനിർണയ കമ്മീഷനൊക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ളതുപോലെ മുറിക്കാം, ഇഷ്ടമുള്ളതുപോലെ. സാധാരണ ഇത്തരം വിഭജനമൊക്കെ നടത്തുമ്പോൾ ഒരു ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അതിലൊരു കൺസെൻസസ് ഉണ്ടാക്കി ഓരോ സംസ്ഥാനത്തും എത്ര വീതം കൂടുമെന്നുള്ളതിനൊരു ആനുപാതിക രീതിയൊക്കെ നൽകി. ഇപ്പോൾ രാജ്യമെന്ന് പറയുന്നത് ഒരു ശരീരമാണെങ്കിൽ കാലുകൾ മാത്രം അങ്ങ് ഭീകരമാവുകയും കൈകളെല്ലാം അങ്ങ് മെലിഞ്ഞുണങ്ങുകയും ചെയ്താൽ എന്തു ചെയ്യും? ഒരു രക്ഷയില്ല. ഇനി അത് മാത്രമല്ല, അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് പറഞ്ഞത്? ആ പ്രക്രിയ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞത് സെൻസസ് തുടങ്ങി. 2011 അവസാനമായി സെൻസസ് നടന്നത്. ഇപ്പോൾ 11 ശേഷം 26 സെൻസസ് തുടങ്ങി. ആ സെൻസസ് പൂർത്തിയാക്കി അതിലെ ജനസംഖ്യകൾ കണക്ക് കൂട്ടി, എന്നിട്ട് ജനസംഖ്യാനുപാതികമായി അതിന് വേണ്ട സംവരണം നിശ്ചയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം വിഭജിച്ച് ആ വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സംവരണം മാത്രമല്ല OBC സംവരണം അടക്കമുള്ളവ തീരുമാനിച്ച് അതിനെ ഒരു ഹെൽത്തി ഡെമോക്രാറ്റിക് സ്ട്രെങ്തനിങ് പ്രോസസ്സ് ആക്കേണ്ടതിന് പകരം ഒരു പൊളിറ്റിക്കൽ സംഗതിയാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ്. കൃത്യമായി അതിനെക്കുറിച്ച് KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് ബ്രീഫിങ്ങിൽ വളരെ കൃത്യമായി പറയുകയുണ്ടായി. കേൾക്കാമത്. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയം നടത്താൻ പിന്നീട് കേവല ഭൂരിപക്ഷം മാത്രം മതി സർക്കാരിന്.
പാർലമെന്റിനെയോ പ്രതിപക്ഷത്തെയോ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മനസ്സിലാക്കുന്നത്. പാർലമെന്റിനെയോ പ്രതിപക്ഷത്തെയോ വിശ്വാസത്തിലെടുക്കാതെ മണ്ഡല പുനർനിർണയം ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ഇഷ്ടം പോലെ നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബില്ലായിട്ടാണ് ഈ ബില്ല് മാറാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആസാമിലും ജമ്മു കാശ്മീരിലും നമ്മൾ കണ്ടതാണ് മണ്ഡല പുനർനിർണയം എങ്ങനെ നടത്തിയെന്നുള്ളത്. ഏകപക്ഷീയമായിട്ട് തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം മണ്ഡലങ്ങളെ വെട്ടിമാറ്റുന്ന രീതി ആസാമിലും ജമ്മു കാശ്മീരിലും കണ്ടതാണ്. ഈ ആസാമിലും ജമ്മു കാശ്മീരിലും സംഭവിച്ചത് രാജ്യവ്യാപകമായി സംഭവിപ്പിച്ച് 2029 നമുക്ക് വരാൻ പോകുന്ന പരാജയത്തെ തടയാൻ പറ്റുമെന്നുള്ളതാണ് മോഡി ബില്ലിലൂടെ ശ്രമിക്കുന്നത്. വനിതാ സംവരണം എന്ന് പറയുന്നത് 2023 പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, 543 അംഗ പാർലമെന്റിൽ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ, 1/3 വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. ഞങ്ങളെല്ലാം പിന്തുണക്കാൻ തയ്യാറാണ്. വനിതാ സംവരണത്തിന് മരപിടിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഭരണം എല്ലാ കാലത്തും തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ് ഈ ബില്ലിലൂടെ അവർ വ്യാമോഹിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. അല്ല, അതൊന്നും നടക്കില്ല കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവില്ല ഇതൊക്കെ. വനിതാ സംവരണം 2023 പാസ്സാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഖാർഗെജി, ഈ 3 പ്രസംഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പം നടപ്പിലാക്കണം, 2024 നടപ്പിലാക്കണം. 540 അംഗ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് 2024 നടപ്പിലാക്കണം പാർലമെന്റ് ഇലക്ഷനിൽ. ആരാണ് നടപ്പിലാക്കാഞ്ഞത്? അവരല്ലേ അന്ന് കൊണ്ടുവന്നത് ഈ നിയമം. അവരാണ് കൊണ്ടുവന്നത്. ആദ്യം സെൻസസ്, പിന്നീട് ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി കൊണ്ടുവന്ന ആരാണ്? പ്രതിപക്ഷമാണോ? കോൺഗ്രസ് ആണോ? ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത് 543 അംഗ സഭയിൽ, ആ സഭയിൽ 1/3 വനിതകൾക്ക് കൊടുത്തുകൊണ്ട് വനിതാ സംവരണം ഉറപ്പാക്കണമെന്നായിരുന്നു. ഒട്ടും വൈകാതെ ഉറപ്പാക്കണമെന്നായിരുന്നു. അവരാണ് കൊണ്ടുവന്നത്. ആദ്യം സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ, എന്നിട്ട് വനിതാ സംവരണം. ഇപ്പൊ അവരെന്താ നേരിട്ട് മലക്കം മറിച്ചത്? എന്താണ് ഈ മലക്കം മറിച്ചതിന്റെ കാരണം? എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? 2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ഇന്നും നാളെയും നടത്തുന്ന സെഷനെ അജണ്ട ഇല്ലാന്നാണ് നമ്മൾ ധരിക്കുന്നത്. കൃത്യമായ അജണ്ടയായിട്ടല്ല അവർ വരുന്നത്. അപ്പൊ ജനാധിപത്യത്തെ എല്ലാ രീതിയിലും അവർ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EDയും CBIയും ഉപയോഗിച്ചുകൊണ്ട് കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്, ഉപയോഗിച്ച് കശാപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതിലൂടെ സത്യത്തിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കും? കേരളം പോലുള്ള സംസ്ഥാനത്തോട് നിരന്തരമായ അവഗണനയാണ്. നമ്മൾ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. ഞാൻ പ്രാദേശികവാദം ഞങ്ങളാരും പറയാറില്ല. പക്ഷെ മാന്യമായിട്ടുള്ള നീതി കൊടുക്കേണ്ട സംസ്ഥാനത്ത് ഇപ്പൊ പറയുന്നതാണ് അവർ പ്രഖ്യാപിക്കുക. ബില്ലിലൊരു പ്രൊവിഷൻ അതങ്ങനെ പറ്റുന്നത്. ബില്ലിനൊക്കെ മാത്രമല്ല, ഇതിൽ ഡീലിമിറ്റേഷന്റെ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട്, ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. ആരാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ? ഇവർ നിശ്ചയിക്കുന്ന സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി. അത് നമ്മൾ കണ്ടു ആസാമിലും. സഹോദര, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന്റെ ഏറ്റവും ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ ബാധിക്കുന്ന വിഷയം. എനിക്കറിയില്ല എത്രമാത്രം മാധ്യമങ്ങൾ അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ അതിനെ ഉപയോഗിക്കുക. അങ്ങനെയാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ട്. അതും വനിതാ സമ്മേളനത്തിന് നമ്മളിത് 2023 പാസ്സാക്കിയിട്ട് 3 വർഷക്കാലം അത് വെച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ കുഴപ്പം. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും ഞാൻ താല്പര്യമില്ല. ഞാൻ ഈ മുൻപേ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇതൊരു കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഇതിന് മാത്രമാണ് ചോദ്യം. ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. ഞാൻ പറയുന്നല്ല, ഓരോരൊക്കെ അവരുടെ സ്വാതന്ത്ര്യം സീനിയർ. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിപ്പം കേസുകാരൻ മാത്രമല്ല, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാനൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ?
നമ്മൾ വട്ടപൂജ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടോളൂ. ചില പാർട്ടി അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഓ അത് ശരി. സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായി വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം മനുഷ്യമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുന്നത്. കേരളത്തിൽ ഒന്നും ഉണ്ടായില്ല. സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ചു. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് അത് ശരി. എനിക്ക് നിന്റെ ചോദ്യം കെ സുധാകരനെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോ ഈ ഡിലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യമില്ല. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല സഹോദര. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് പാർലമെന്റിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു കിട്ടുക. 2 സ്റ്റേറ്റ് ഇലക്ഷൻ പോകുമ്പോൾ അവിടുത്തെ എംപിമാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്നതിന് ഇവിടെ വിളിച്ചുകൊണ്ടുവരും. ഇതിന് വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ കുത്തിവെപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. നേതാക്കന്മാരെല്ലാം വളരെ വളരെ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ ചെയ്യുന്നത്. ഇത് കെ.സി. വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെങ്കിൽ, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി ഈ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വനിതാ സംവരണം നടപ്പാക്കിക്കൊണ്ട് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, 50% സീറ്റുകളാണ് നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലും വർദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ലോക്സഭയുടെ എണ്ണം എന്ന് പറയുന്നത്, അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 850 മാറാൻ പോകുന്നു. 543 നിലവിലെ അംഗബലം എന്ന് പറയുന്നത്. അത് 307 കൂടി വർദ്ധിച്ച് ഏതാണ്ട് 850 സീറ്റുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ 307 സീറ്റുകൾ എവിടെയൊക്കെയാണ് വർദ്ധിക്കാൻ പോകുന്നത്? അതിൽ 237 സീറ്റും വർദ്ധിക്കാൻ പോകുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. തെക്കേ ഇന്ത്യയിൽ കേവലം 70 സീറ്റുകൾ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നത്? 650 സീറ്റുകൾ അതായത് വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടാകും. വെറും 200 സീറ്റുകൾ മാത്രമേ തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഉണ്ടാകുകയുള്ളൂ. 426 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. അതായത് വടക്കേ ഇന്ത്യയിൽ 650 സീറ്റുകളിൽ നിന്ന് 426 സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഒരു മുന്നണിയെ സംബന്ധിച്ച്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അവർക്കിനി തെക്കേ ഇന്ത്യയിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഈ രാജ്യത്തൊരു സന്തുലിതാവസ്ഥ നിലനിന്നിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു, അത് തകർക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. തെക്കേ ഇന്ത്യക്ക് ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഈ പറയുന്ന വർധന സംഭവിച്ചാൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. നോക്കൂ, അക്കാര്യത്തിൽ മറ്റൊരു അപകടവും കൂടി പതിയിരിക്കുന്നുണ്ട്. എന്താണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 5 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ വലിയ രീതികളിൽ സീറ്റുകൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഈ 5 സംസ്ഥാനങ്ങൾ പിടിക്കുന്ന പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ ഈ 5 സംസ്ഥാനങ്ങളും BJPയുടെ ആധിപത്യത്തിലാണ്. ഇന്ത്യയിൽ ഒരു BJP യുഗം ആരംഭിക്കാൻ പോകുന്നുവെന്ന് അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ആദ്യത്തെ പടിയാണ് കേട്ടോ ഈ നീക്കം എന്ന് പറയുന്നത്. നോക്കൂ, 2027 സെൻസസ് നടക്കണം, അതിനുശേഷം ഡീലിമിറ്റേഷൻ അതായത് മണ്ഡല പുനർനിർണയം നടക്കണം, അതിനുശേഷം വേണം ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ. പക്ഷേ 2029 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആധിപത്യം നേടാനാണ് BJP നീക്കം നടത്തുന്നത്. അതിന്റെ കാര്യം എന്താണ്? 2024 അവർക്കൊരു വലിയ തിരിച്ചടി ഉണ്ടായി. കേവലം 240 സീറ്റാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. 400 സീറ്റ് ലക്ഷ്യം വെച്ചാണ് അവർ മത്സരത്തിന് പോയത്. കയ്യിലുണ്ടായിരുന്ന 63 സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ആധിപത്യം ഉണ്ടാക്കുക, അതുപോലെ ബീഹാറിൽ ആധിപത്യം ഉണ്ടാക്കുക, മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആധിപത്യം ഉണ്ടാക്കുക. ഗുജറാത്ത് ഓൾറെഡി അവരുടെ കയ്യിലാണ്, കിഴക്കേ ഇന്ത്യയും അവരുടെ കയ്യിലാണ്. അതൊക്കെ ആ പാർട്ടിയുടെ നേട്ടം തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഏകപക്ഷീയമായി ഈ
ഈ സംസ്ഥാനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതോടുകൂടി എക്കാലവും രാജ്യം ഭരിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് BJP സഞ്ചരിക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇന്ത്യയിൽ BJPയുടെ യുഗമാണ് വരാനിരിക്കുന്നത്. അതിനുള്ള നീക്കമാണ് ഈ പറയുന്ന വനിതാ സംവരണ ബില്ല് പാസാക്കുക, അതുവഴി ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏകാധിപത്യം നടപ്പാക്കാം എന്ന പരീക്ഷണത്തിലാണ് BJP ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉത്തമ മാതൃകയായി ലോകത്ത് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ്. ചുരുക്കത്തിൽ വളരെ ശ്രദ്ധേയവും അപകടകരവുമായ ഒരു സംഗതി 3/2 ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് നടക്കാതെ പോവുകയാണ്. അന്ന് ഇലക്ഷനിൽ പ്രവചിച്ച പോലെ 400 സീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെയും മണ്ഡലങ്ങളുടെ സംവിധാനത്തിലുമൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ഏകാധിപത്യത്തിലേക്ക്.